രാജസ്ഥാനിലെ ഭാരത് പാക് അതിർത്തിയിൽ പതാക താഴ്ത്തൽ ചടങ്ങ് ആരംഭിക്കാനൊരുങ്ങി BSF. പഞ്ചാബിലെ അമൃത്സറിലുള്ള വാഗ അതിർത്തിയിൽ ദിവസവും നടത്തുന്ന പതാക താഴ്ത്തൽ ചടങ്ങിന്റെ മാതൃകയിലാണ് ജയ്സാൽമീറിലെ അതിർത്തിയിലും പതാക താഴ്ത്തൽ നടക്കുക. ഇതിനായി തനോത് റായ് മാതാ ക്ഷേത്ര സമുച്ചയത്തിൽ 1000 പേർക്ക് ഇരിക്കാവുന്ന ഒരു ആംഫി തിയേറ്റർ നിർമ്മാണത്തിലാണ്. അതിർത്തി ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായാണ് പുതിയ നടപടിയെന്ന് അറിയുന്നു. ഇനി മുതൽ ഉദ്യോഗസ്ഥർ ഒട്ടക പ്രദർശനത്തിനും മറ്റു പരിപാടികൾക്കുമൊപ്പം എല്ലാ വൈകുന്നേരവും ദേശീയ പതാക താഴ്ത്തുമെന്ന് BSF ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ യോഗേന്ദ്ര സിംഗ് റാത്തോഡ് പറഞ്ഞു. എന്നാൽ വാഗയിലേതുപോലെ പാകിസ്ഥാന്റെ ഭാഗത്ത് അത്തരമൊരു ചടങ്ങുണ്ടാകില്ല. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങുകൾക്കായി 2021 രാജസ്ഥാനിലെ തനോത്തിൽ ബാംപ്ലിയൻ ബോർഡർ പോസ്റ്റ് നിർമ്മിച്ചത്. അതിർത്തി ടൂറിസം പദ്ധതിയുടെ കീഴിൽ ഇവിടെ സ്റ്റേഡിയം, വാച്ച് ടവർ, സെൽഫി പോയിന്റുകൾ എന്നിവയും നിർമ്മിച്ചിരുന്നു. വാഗ ബോർഡർ സെറിമണി അഥവാ ബീറ്റിംഗ് റിട്രീറ്റ് സെറിമണി എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത് 1959 വാഗ ബോർഡർ സെറിമണിയുടെ ലക്ഷ്യം രാത്രിയിൽ അതിർത്തി ഔപചാരികമായി അടച്ച് രണ്ട് രാജ്യങ്ങളുടെയും ദേശീയ പതാക ഉയർത്തുക എന്നതാണ്. ദിവസവും സൂര്യാസ്തമയത്തിന് മുൻപാണ് പതാക താഴ്ത്തൽ ചടങ്ങ്. എന്നാലും ഇതൊരു വിനോദ ചടങ്ങാണ്. പക്ഷേ എല്ലാ ദിവസവും ദേശഭക്തി പ്രകടനമായിട്ടാണ് ഇത് പ്രദർശിപ്പിക്കുന്നത്. വാഗ ബോർഡർ ചടങ്ങിനിടെ ബോളിവുഡ് ഗാനങ്ങളിൽ ഉൾപ്പെടുന്ന ദേശീയ ഗാനം ആലപിക്കപ്പെടുന്നു. ദേശസ്നേഹത്തിന്റെ മുദ്രാവാക്യങ്ങൾ, നൃത്തം എന്നിവയും അവതരിപ്പിക്കപ്പെടുന്നു. ഇതുകൂടാതെ ചിലപ്പോൾ സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിക്കാറുണ്ട്. ഈ ചടങ്ങിൽ ഇന്ത്യൻ പൗരന്മാർക്കൊപ്പം ലോകത്തിലെ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരും പങ്കെടുക്കുന്നു. പിൻവാങ്ങുമ്പോൾ അതിർത്തി ഒരു യുദ്ധക്കളം പോലെ കാണപ്പെടുന്നു. കാരണം ഘോഷയാത്ര ഉച്ചത്തിലുള്ള ആർപ്പുവിളികളോടെയും സൈനികരുടെ കനത്ത കാൽ ചവിട്ടുന്നതിലൂടെയുമാണ് നടത്തപ്പെടുന്നത്. പട്ടാളക്കാർ അവരുടെ കാലുകൾ വളരെ ഉയരത്തിൽ ഉയർത്തുന്ന ഒരു തരം മാർച്ചിംഗ്, ഗോസ് മാർച്ചിംഗ് എന്നറിയപ്പെടുന്നു. ഈ ഘോഷയാത്ര 45 മിനിറ്റ് നീണ്ടു നിൽക്കും. ഇന്ത്യൻ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സും പാകിസ്ഥാൻ റേഞ്ചേഴ്സും ചേർന്ന് നടത്തുന്ന സൈനിക പരിശീലനമാണ് വാഗ ബോർഡർ സെറിമണി. 1959 മുതൽ എല്ലാ ദിവസവും ഈ ചടങ്ങ് സംഘടിപ്പിക്കാറുണ്ട്. എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധസമാനമായ സാഹചര്യമോ അതിർത്തി തർക്കമോ രൂക്ഷമാകുമ്പോൾ ഈ ചടങ്ങ് കുറച്ച് ദിവസത്തേക്ക് മാറ്റിവെക്കാറുമുണ്ട്. അമൃത്സറിനും ലാഹോറിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ പാകിസ്ഥാൻ അതിർത്തിയിലെ ഒരു സൈനിക ചെക്ക് പോയിന്റാണ് വാഗ അതിർത്തി. അമൃത്സറിൽ നിന്ന് ഏകദേശം 28 കിലോമീറ്റർ അകലെയുള്ള ഇത് അയൽരാജ്യമായ പാകിസ്ഥാനിലേക്കുള്ള പ്രധാന ഓവർലാൻഡ് ആക്സസ് പോയിന്റുകളിലൊന്നാണ്. വാഗ അതിർത്തിയിൽ നടക്കുന്ന ചടങ്ങ് കാണാൻ നിരവധി സന്ദർശകർ എത്താറുണ്ട്. അതിർത്തിയുടെ ഇരുവശത്തു നിന്നും സന്ദർശകർക്ക് വരാമെങ്കിലും ഭൂരിഭാഗം സന്ദർശകരും ഇന്ത്യയിലെ അടുത്തുള്ള അമൃത്സറിൽ നിന്നാണ് വരുന്നത്. അമൃത്സറിനെയും ലാഹോറിനെയും ബന്ധിപ്പിക്കുന്ന പഴയ ഗ്രാൻഡ് ട്രങ്ക് റോഡിൽ സ്ഥിതി ചെയ്യുന്ന പാകിസ്ഥാനിലെ ഒരു ഗ്രാമമാണ് വാഗ. അമൃത്സറിൽ നിന്ന് ഏകദേശം 32 കിലോമീറ്റർ അകലെയാണിത്. ഇന്ത്യയുടെ വിഭജന സമയത്ത് റാഡ്ക്ലിഫ് ലൈൻ അല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും വേർതിരിക്കുന്ന അതിർത്തി രേഖ സെറ്റിൽമെന്റിന്റെ ഇന്ത്യൻ ഭാഗത്ത് ഇവിടെ വരച്ചു. ഈ അതിർത്തി കടന്നുപോകുന്നത് അത് സ്ഥിതി ചെയ്യുന്ന സമൂഹത്തിൽ നിന്നാണ് അതിന്റെ പേര് സ്വീകരിച്ചത്. അതിനാലാണ് ഇത് വാഗ അതിർത്തി എന്നറിയപ്പെടുന്നത്. വിഭജന സമയത്ത് കുടിയേറ്റക്കാർ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്യാൻ ഈ അതിർത്തി ക്രോസിംഗ് ഉപയോഗിച്ചു. 1959 മുതൽ രണ്ട് രാജ്യങ്ങളും ദിവസവും ഇവിടെ പതാക താഴ്ത്തൽ ചടങ്ങ് നടത്തിവരുന്നു. 2017 ഓഗസ്റ്റിൽ ഇന്ത്യ അട്ടാരിയിലെ വാഗ അതിർത്തിയിൽ 110 മീറ്റർ കൊടിമരം ഉയർത്തി. തങ്ങളുടെ ഭാഗത്ത് 122 മീറ്റർ കൊടിമരം സ്ഥാപിച്ചാണ് പാകിസ്ഥാൻ മറുപടി നൽകിയത്. ഇന്ത്യയുടെ ഭാഗത്തുള്ള കൊടിമരം രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയതാണ്. അതേസമയം പാകിസ്ഥാന്റെ ഭാഗത്തുള്ളത് ദക്ഷിണേഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയതാണ്. ഇന്ത്യൻ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സും പാകിസ്ഥാൻ റേഞ്ചേഴ്സും 1959 മുതൽ എല്ലാ ദിവസവും സൂര്യാസ്തമയത്തിന് 2 മണിക്കൂർ മുൻപ് വാഗ അട്ടാരി അതിർത്തിയിൽ ആചരിക്കുന്ന ഒരു പാരമ്പര്യമാണ് ഇത്. കാവൽക്കാർ അവരുടെ ദേശസ്നേഹ പ്രകടനത്തിന്റെയും പരസ്പരം മറികടക്കാനുള്ള പ്രേരണയുടെയും ഫലമായി അവിശ്വസനീയമായ അനാദരവ് പ്രകടിപ്പിക്കാൻ ഇവിടെ നിർബന്ധിതരാകുന്നു. ശത്രുത പ്രകടമാകുന്ന ഒരു ചടങ്ങാണ് ഇത്. മുഴുവൻ ചടങ്ങുകളും ഏകദേശം 2 മണിക്കൂർ നീണ്ടു നിൽക്കും. ന്യൂസ് ഡെസ്ക് കർബൻസ്.